ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ്. ആകാശിന്റെ വീട് പന്തളത്തെ ആകാശിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രിയുമുണ്ട്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും അടക്കം അവിടെയുണ്ട്. ആ കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്, ഏകോപന നടപടികൾ, പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തതയില്ല. അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത്. സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 5ഓളം ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയുള്ള മറ്റ് നടപടികൾ, ഐഡന്റിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട CMന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കാര്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ CM തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു, കത്തയച്ചിരുന്നു. അതിനുശേഷം നോർക്ക വഴിയായി എംബസിയുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് മാധ്യമങ്ങളെ കണ്ടത്. കുടുംബത്തിന് എല്ലാ ആശ്വാസവും നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം. ഇതിനിടയിൽ